എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്ന പുണ്യ തീർത്ഥാടനവും വിശ്വാസത്തിൻ്റെ ആഘോഷവുമായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്നു. ഈ അസാധാരണമായ ഈ ഒരു മഹാകുംഭമേളയെപ്പറ്റി അറിയാവുന്ന ചില വിവരങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. അലഹബാദിലെ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്നു. 2007 നടന്ന അർദ്ധ കുംഭമേളയിൽ തന്നെ 700 ലക്ഷം പേർ പങ്കെടുത്തതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഇപ്പോൾ നടക്കുന്ന ഈ 2025 പ്രയാഗ്രാജ് കുംഭമേളയാണ്. ഇത് വളരെ വിപുലമായി തന്നെ ഈ കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ഇതൊരു മഹോത്സവമായി തന്നെ കൊണ്ടാടുന്നു. ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായിട്ട് നടത്തിയ പാലാഴി മദനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദേവന്മാർക്ക് അമരത്വം കിട്ടുവാനും അവർക്ക് അവരുടെ യൗവനം നിലനിർത്തുവാനും വേണ്ടിയുള്ള അമൃതിന് വേണ്ടിയാണ് പാലാഴി മദനം നടത്തിയത്. ഇങ്ങനെ പാലാഴി മദന സമയത്ത് പാലാഴിയിൽ നിന്നും അമൃത കുംഭം പൊങ്ങി വന്നു. ഇങ്ങനെ ഈ അമൃത കുംഭത്തിന് ഗരുഡൻ തൻ്റെയും തൻ്റെ മാതാവായ വിനീതയുടെയും ദാസ്യത്വം അവസാനിപ്പിക്കുവാനായിട്ട് കദ്രു മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അമൃതം വഹിച്ചുകൊണ്ടുപോയി. അവർ ദാസത്വം അവസാനിപ്പിക്കുവാൻ കദ്രു മാതാവ് ആവശ്യപ്പെട്ടതാണ് അമൃതകുംഭം കൊണ്ടു ചെല്ലുക എന്നുള്ളത്. അമൃതകുംഭം അവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് സത്യത്തിൽ അത് അവർക്ക് കൊടുത്തില്ല. കാരണം കദ്രുമാതാവിൻ്റെ മക്കളായ നാഗങ്ങൾക്ക്, അതായത് കദ്രുമാതാവിന് നാഗങ്ങളാണല്ലോ കദ്രുമാതാവിൻ്റെ മക്കൾ. വിനീതയുടെ മക്കൾ ഗരുഡനും സൂര്യൻ്റെ സാരഥിയായ അരുണനുമാണ്. കശ്യപ മഹർഷിയുടെ പത്നിമാരായ കദ്രുവും വിനീതയും തമ്മിലുള്ള ഒരു പന്തയത്തിൻ്റെ ഭാഗമായാണ് കദ്രുവിൻ്റെയും മക്കളുടെയും ദാസ്യവേല ചെയ്യേണ്ടി വന്നത് വിനീതയ്ക്കും മക്കൾക്കും. ഈ ഒരു ദാസ്യത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രതിഫലം എന്നവണ്ണമാണ് അമൃത് കൊണ്ടു ചെല്ലണമെന്ന് കദ്രുമാതാവ് ആവശ്യപ്പെടുന്നത്. കൊണ്ടു ചെല്ലണം എന്ന് മാത്രമായതുകൊണ്ട് അത് അവിടെ വരെ കൊണ്ടുപോയി തങ്ങളുടെ ദാസ്യത്വം ഒഴിവാക്കുകയും കദ്രുവിൻ്റെ മക്കൾക്ക് അമൃത് കിട്ടിയാൽ ഉണ്ടാകുന്ന അമരത്വം അപകടമെന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാതെ അമൃത് തിരിച്ചു കൊണ്ടുപോയി ദേവന്മാരെ ഏൽപ്പിക്കുകയുമാണ് ഗരുഡൻ ചെയ്തത്. അങ്ങനെ ഈ അമൃത് പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് പ്രദേശങ്ങളിലെ പുണ്യ നദികളിൽ ഗരുഡൻ അമൃതുമായി പോകുമ്പോൾ തുളുമ്പി വീണു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലെ നദീജലം അമൃതായി മാറുമെന്നും ആ സമയത്ത് ഇങ്ങനെ ഒരു ഗ്രഹഗോചരങ്ങളും ഒക്കെ അനുകൂലമായ സമയത്ത്, അതായത് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് സ്നാനം ചെയ്താൽ മൃത്യുവിനെ ജയിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. വ്യാഴം സൂര്യനും ചന്ദ്രനുമായി ഒരു പ്രത്യേക സ്ഥാനം പങ്കുവെക്കുമ്പോഴത്രേ ഇങ്ങനെ കുംഭമേളയ്ക്ക് അനുകൂലമായ ഒരു ഗ്രഹഗോചരം എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാശിചക്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഗ്രഹങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്ത മാലയിൽ എന്നവണ്ണം അടുത്തടുത്ത രാശികളിൽ സ്ഥിതി ചെയ്യുന്നത് കാണാം. അതായത് സൂര്യൻ തൻ്റെ ഉത്തരായനഗതി തുടങ്ങിയപ്പോൾ മകരസംക്രാന്തി മുതൽ തന്നെ സൂര്യൻ മകരത്തിൽ ബുധനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. തൊട്ടടുത്ത രാശിയിൽ ശനി തൻ്റെ സ്വക്ഷേത്രമായ കുംഭത്തിൽ നിൽക്കുന്നു. അസുരഗുരുവിനെ ആയ ശുക്രനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യാഴം ശുക്രക്ഷേത്രത്തിൽ ഇടവത്തിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കുജനാകട്ടെ മിഥുനത്തിലും. രാശിചക്രത്തിലെ 2 ആചാര്യസ്ഥാനം വഹിക്കുന്ന വ്യാഴവും ശുക്രനും പരസ്പരം രാശി മാറി നിൽക്കുന്നു എന്നുള്ളത് ഒരു സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഇങ്ങനെ ഈ ഗ്രഹങ്ങളെല്ലാം അടുത്തടുത്ത രാശികളിൽ സ്ഥിതി ചെയ്ത് ഒരു പ്രത്യേകതരം ഊർജം അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
സൂര്യൻ മകരരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആത്മീയ ഊർജം വർദ്ധിപ്പിക്കും. അതായത് ഉത്തരായനത്തിലോട്ടുള്ള ആ ഒരു തുടക്കത്തിൽ ആത്മീയ ഊർജം വർദ്ധിപ്പിക്കുമെന്നും ഇങ്ങനെയുള്ള ഈ പ്രത്യേക ആകാശ സാഹചര്യങ്ങളുമായി യോജിച്ച് മഹാകുംഭമേള നടക്കുകയും ചെയ്യും. നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ്. കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും മറ്റും വിപുലമായിട്ട് ഇവിടെ നടന്നു വരുന്നു. അഖോഡകളിലെ സന്യാസി സമൂഹം ഈ കുംഭമേള സമയത്ത് അവർ കൂട്ടമായിട്ട് വന്ന് ഈ പുണ്യസ്നാനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ ജ്യോതിഷ വിന്യാസങ്ങൾ ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിനും പാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തിനും പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടും. ഇതിൽ സാക്ഷ്യം വഹിക്കുവാനോ പങ്കെടുക്കാനോ ഭാഗ്യമുള്ളവർക്ക് മഹാകുംഭമേള ഒരു മഹത്തരമായ അനുഭവമാണ്. ഇത് ആഴത്തിലുള്ള ഒരു ആത്മീയ യാത്രയും വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നിലനിൽക്കുന്ന ശക്തിയുടെയും തെളിവുമാണ്. മകരസംക്രാന്തിക്കും ഈ മഹാശിവരാത്രിക്കുമിടയിൽ കുംഭമേള ആഘോഷിക്കുന്നതിന് പ്രധാനപ്പെട്ട ചില സ്നാനങ്ങൾ, ഷാഹി സ്നാനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ സ്നാനങ്ങൾ ഉണ്ട്. ഈ സ്നാനങ്ങളിൽ പങ്കെടുക്കുന്നത് ഏറ്റവും വലിയ ഒരു ആത്മീയ ഊർജം വർദ്ധിപ്പിക്കുമെന്നും ഒക്കെ കരുതപ്പെടുന്നു. ഈ പുണ്യസ്നാനങ്ങളിൽ പങ്കെടുക്കുന്ന വഴി ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്താണ് സ്നാനം ചെയ്യുന്നത് വഴി ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പാപങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് ആണ് കുംഭമേള ആദ്യം പ്രതിപാദിച്ച ചരിത്ര ആഖ്യായികാകാരൻ. ഒരുപാട് സന്യാസികൾ പണ്ട് മുതലേ പങ്കെടുക്കുന്നതായിട്ടാണ് മറ്റൊരു പ്രസിദ്ധ ചരിത്രകാരനായ മാർക്ക് ട്വെയിൻ, അമേരിക്കൻ എഴുത്തുകാരനാണ് മാർക്ക് ട്വെയിൻ പറയുന്നത്. ഇങ്ങനെ കുംഭമേളയെ ആസ്പദമാക്കി നിർമ്മിച്ച ബംഗാളി സിനിമ ഉണ്ട്, അമൃത് കുംഭർ സന്താനി എന്നത്. കുംഭമേളയെക്കുറിച്ച് പ്രസിദ്ധമായ ഒരുപാട് ഹ്രസ്വചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങൾ കുംഭമേളയിൽ വെച്ച് പിരിയുകയും പിന്നീട് കണ്ടുമുട്ടുന്നതുമായി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുഞ്ഞുനാളിൽ കുംഭമേളയിൽ വെച്ച് കാണാതായി എന്ന ഡയലോഗൊക്കെ തന്നെ പണ്ടത്തെ ഹിന്ദി സിനിമകളിൽ പ്രസിദ്ധമായിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ കുംഭമേളയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ട്. ഇന്നാണ് ഈ മാധ്യമ ഇത്രയും ഒരു വിപുലമായ ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമത്തിൻ്റെ ആ ഒരു തരംഗമാണ് ഇന്ന് സാധാരണക്കാരിൽ വരെ ഈ ഒരു കുംഭമേളയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ കുംഭമേളയെ പറ്റിയുള്ള അറിവ് വരുത്തി തീർക്കുന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ വസ്തുതയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പുണ്യം നമ്മളിൽ ഒരുപാട് പേർക്കും കിട്ടുവാനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തുവന്നു എന്ന് വരില്ല. ഇങ്ങനെയുള്ള കുംഭമേളയിൽ പ്രയാഗ്രാജിൽ പോയി പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുപാട് പേർക്കും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ശൃംഗേരി ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യ ശിഷ്യനായ സ്വാമിജി ശ്രീ വിദ്യുശേഖർ ഭാരതി മഹാസ്വാമിജി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവരവർ കുളിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഗംഗാമാതാവിനെ സ്മരിച്ചുകൊണ്ട് സ്നാനവേളയിൽ ഉരുടേണ്ട മന്ത്രം ചൊല്ലി അതിനെ ഒരു ചൈതന്യവത്താക്കുക എന്നും ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നുള്ളൊരു മന്ത്രം ചൊല്ലി ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്നാന ജലം ചൈതന്യവത്താക്കിയിട്ട് ഗംഗാമാതാവിനെ സ്മരിച്ചും സ്തുതിച്ചും സ്നാനമനുഷ്ഠിച്ചാൽ ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ഈ ഒരു ചൈതന്യം ഏവർക്കും സിദ്ധിക്കും എന്ന് തന്നെയാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നാനവേളയിൽ ഇങ്ങനെ ഗംഗാമാതാവിനെ സ്മരിക്കേണ്ട ഒരാവശ്യം ഏവരും ഓർക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പുണ്യം ഏവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.